Hello friends, welcome back to Melbourne Kerala Cafe. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. റാഗി അല്ലെങ്കിൽ മുത്താറി ഉപയോഗിച്ചാണ് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കണ്ടു നോക്കാം വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റാഗി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് കടയിൽ നിന്ന് മേടിച്ച റാഗിയുടെ പൗഡറാണ്. ഇതിലേക്ക് 2.5 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം 2 മണിക്കൂർ ഇത് നമുക്കൊന്ന് കുതിരാനിടണം. 2 മണിക്കൂർ എന്ന് പറഞ്ഞത് 1.5 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് 1.5 മണിക്കൂറും കൊണ്ട് ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ്. ഒരു ചെറിയ ഉണ്ട ശർക്കര എടുത്ത് അത് പൊടിച്ച് 1 കപ്പിൻ്റെ അളവിലെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര അടുപ്പിലിരുന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് നന്നായി തിളച്ച് അതിലുള്ള ശർക്കരയെല്ലാം അലിഞ്ഞു കഴിയുമ്പം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ അത് അരിപ്പയിൽ കൂടി അരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ. ഏകദേശം 2 മണിക്കൂറിന് ശേഷം നമ്മുടെ റാഗിയുടെ പൊടി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കണം. അപ്പോൾ ഈ ചായയൊക്കെ അരിക്കുന്ന ഇതുപോലത്തെ അരിപ്പ എടുക്കണം. അപ്പം എന്നിട്ട് അതിലൂടെ നന്നായിട്ടിത് അരിച്ചെടുക്കുക. ഇനി അരിപ്പ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള നല്ല തുണിയോ തോർത്തോ എടുത്താലും മതി. എങ്ങനെയായാലും നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിനകത്തുള്ള ആ പിശുടെല്ലാം നമുക്ക് പോയി കിട്ടണം. അപ്പം നമുക്കിത് ഇങ്ങനെയൊന്ന് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഇത് കണ്ടോ, കിട്ടിയിരിക്കുന്ന ഇതിൻ്റെ മട്ട് കണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ പിശിടെന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഇത് നമുക്കൊന്നുകൂടെ അരിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ചും കൂടെ നമുക്ക് ഈ റാഗിയുടെ പാലെടുക്കാൻ പറ്റും. 2.5 കപ്പ് വെള്ളത്തിൽ കുതിർത്ത റാഗി അരിച്ചെടുത്തപ്പോൾ 2 കപ്പാണ് നമുക്ക് കിട്ടിയത്. രണ്ടാമത് അരിച്ചെടുത്തപ്പോൾ 1/2 കപ്പ് കൂടെ കിട്ടി. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് മൊത്തത്തിൽ ഇതിപ്പം 3 കപ്പാണ് ഉള്ളത്. അപ്പം ഇതെല്ലാം കൂടെ നമുക്കിനി നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇതിനിടയിൽ ഈ മട്ടടിയും സാരയില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പ് വെച്ചു. ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വന്നു. ഇതിലേക്ക് നമ്മൾ ഇനിയിപ്പം അരിച്ചെടുത്ത് വെച്ച റാഗിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് 3 കപ്പുണ്ട് എല്ലാം കൂടെ അരിച്ചെടുത്ത് വന്നപ്പം. അതിപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ 3 കപ്പ് അരിച്ചെടുത്ത റാഗിയുടെ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊരു മീഡിയം തീയിലിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിനിപ്പം കുറുകി വരാൻ തുടങ്ങും. നമുക്കപ്പം കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. മീഡിയം തീയിലിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ച് പോവും. അപ്പോൾ കൈ എടുക്കാതെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങി. ഇനി സൂക്ഷിക്കണം, കൈ എടുക്കുകയോ ചെയ്യരുത്. ഇളക്കുമ്പം ഒന്നെങ്കിൽ തീ നന്നായിട്ട് കുറച്ചിടുക, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഇത് കുറുകി പോകുന്നു പെട്ടെന്ന് തോന്നുവാണെങ്കിൽ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് നട്ട്സും ബദാമും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നു. 2ാമത്തെ ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഇപ്പം നെയ്യും കാഷ്യൂനട്ടും ബദാമും കൂടെ ചേർത്ത് നമുക്ക് കൈയെടുക്കാതെ മീഡിയം തീയിൽ ഇളക്കിക്കൊണ്ടിരിക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്കായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. അപ്പം നമുക്കിനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ശർക്കരപ്പാനിക്കകത്ത് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് വളരെ കുറച്ച്. അപ്പോൾ ഇത് വീണ്ടും കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ അരിച്ചു വെച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുവാണേ. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് ഇങ്ങനെ തിള വരുന്ന കണ്ടോ. നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് വീതം ഒഴിച്ചു കൊടുത്ത് കൈ എടുക്കാതെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഹലുവ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹലുവ നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 6 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇപ്പം നമ്മുടെ ഹൽവ പാത്രത്തിൽ നിന്ന് കണ്ടോ സൈഡിൽ നിന്നൊക്കെ വിട്ടു പോരുന്നുണ്ട്, നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ട്. പാത്രത്തിനകത്ത് അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക. ഇതാണ് നമ്മുടെ കറക്റ്റ് ഹൽവയുടെ പരുവം. ഇപ്പോൾ ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കിട്ടുന്ന പാത്രത്തിലോട്ട് വെച്ച് ഇതിനെ സെറ്റ് ചെയ്യാം. അതിനുശേഷം നന്നായി തണുത്തതിന് ശേഷം ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു സ്റ്റീൽ പാത്രം എടുത്തിരിക്കുന്നത്, കുറച്ച് നെയ്യൊക്കെ തൂവിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇനി ഹലുവ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിനകത്തത് സെറ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ഹൽവ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. അടിപൊളി സൂപ്പർ സോഫ്റ്റ് റാഗി ഹൽവ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണിത്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണാം നമുക്ക്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സൂപ്പർ സോഫ്റ്റ് റാഗി ഹൽവ. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. Sprinkling a pinch of love into your cooking and life. Thank you for watching. Take care. Bye-bye.